ആദ്യത്തെ സിനിമ അത് ഒ ടി ടിയിൽ വന്ന സിനിമയല്ല, നമ്മുടെ ഏഷ്യാനെറ്റിൽ ഞായറാഴ്ച വൈകുന്നേരം ടെലികാസ്റ്റ് ചെയ്ത സിനിമയാണ്. ജനനം 1947, പ്രണയം തുടരുന്നു എന്നുള്ള സിനിമയാണ്. തിയേറ്ററിൽ വന്ന് പോയ ഒരു സിനിമയാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് അഭിജിത്ത് അശോകൻ, ഡെബ്യൂ ആണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും അവരെ ഒന്ന് മെൻഷൻ ചെയ്യണം, എടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം ഈ സിനിമ തിയേറ്ററിൽ പരാജയപ്പെടുമെന്ന് ഇതിൽ വർക്ക് ചെയ്ത് എല്ലാവർക്കും 100% അറിയായിരിക്കും. പക്ഷേ അവർ വാല്യൂ കൊടുത്തതെന്നുള്ള സിനിമയുടെ കോണ്ടൻറ്റിനാണ്. കോണ്ടൻറ്റ് നല്ല സിനിമകൾ ഉണ്ടാവണം, നല്ല സിനിമ വരണമെന്ന്. ബാക്കിയുള്ള കാര്യത്തിന് അവർ ബോധറിയാതെ അവർ ആ നല്ല സിനിമ, നല്ലൊരു തിരക്കഥ അത് വെച്ചിട്ട് ആ സിനിമ ചെയ്തെടുത്തു എന്നുള്ളത് അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാരണമാണ്. പലരും ചെയ്യാനിപ്പം മടിക്കുന്നത് ഈ ഒരു വിഷയമാണ്. എന്തെങ്കിലുമൊക്കെ കാണിച്ച് ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കണം, കുറേ ഫെസ്റ്റിവൽ സമയത്തൊക്കെ എന്തെങ്കിലും ഊളത്തരങ്ങൾ കാണിച്ചിട്ട് കുറേ ആൾക്കാരെ തിയേറ്ററിൽ കയറ്റണം എന്നുള്ള ഒരു ഇതുമായിട്ട് ബിസിനസ് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യുന്നവരുടെ ഇടയിൽ ഇങ്ങനെ കുറച്ച് പേര് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മലയാള സിനിമ എപ്പോഴും കോണ്ടൻറ്റ് കൊണ്ട് ബാക്കി സംസ്ഥാനങ്ങളിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ സിനിമ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലോട്ടാണ്. അത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചില സിനിമകൾ മാത്രമേ എനിക്ക് ആദ്യത്തെ 1 മിനിറ്റിനകത്ത് സിനിമയ്ക്കകത്ത് ഇന്നായിട്ട് അതിനകത്ത് കയറി ലയിച്ച് കാണാൻ പറ്റുന്ന വളരെ കുറച്ച് സിനിമകളെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ചില സിനിമകൾ പിന്നെ തുടക്കം കുറച്ച് നേരം ഈ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇതെടുത്തിട്ട് പിന്നെ കയറി പോകുന്നുണ്ട്. പക്ഷേ തുടക്കം മുതൽ കിട്ടുന്നത് വളരെ കുറച്ച് സിനിമക്കാണ്. അങ്ങനെ ആദ്യത്തെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇന്നായ ഒരു സിനിമയാണ്. എസ്പെഷ്യലി ഒരു 70 വയസ്സ് കഴിഞ്ഞവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് അത് ഇമോഷണലി കുറച്ച് എനിക്ക് എന്നെ കൊള്ളുന്ന സിനിമകളായിരിക്കും. ഞാൻ ഈ ഫാലിമി വന്ന സിനിമ വന്ന സമയത്ത് ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതങ്ങനെയായിരുന്നു. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ജയരാജ്, അതായത് നമ്മുടെ ഹെലൻ സിനിമയിലെ അവസാനം ട്വിസ്റ്റ് കൊണ്ടുവരുന്ന സെക്യൂരിറ്റി ആയിട്ട് വരുന്നില്ലേ, പുള്ളിക്കാരൻ ഇപ്പോഴത്തെ മറ്റേ തലവനിലുണ്ടായിരുന്നു. പുള്ളിയാണ് മെയിൻ റോൾ വന്നിരിക്കുന്നത്. കിടിലം പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അയ്യോ എന്തൊരു അഭിനയോടെ. ജീവിതത്തിലെ നല്ല സമയം എല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് കാലം കൂടി ആയുസ് ബാക്കിയുള്ളൂ എന്നൊരു സമയത്തിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ആ ഒരു പ്രായത്തിലെത്തിയ ആൾക്കാരുടെ മനസ്സ് അത് ഈ സിനിമയിൽ കൂടി കാണാൻ പറ്റും. ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, പിന്നെ മെയിൻ റോളിൽ ഫീമെയിൽ ലീഡായിട്ട് വന്ന ലീല, അവർ ഈ പറഞ്ഞ ഒരു മലയാളിയല്ല, അതുകൊണ്ട് തന്നെ പലയിടത്തും അഭിനയിക്കുമ്പോൾ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചിരി, ക്യൂട്ട്നെസ്, കുറേ ക്യൂട്ട് മൊമെൻറ്റ് നമുക്ക് പേഴ്സണലി ഇഷ്ടം തോന്നുന്ന രീതിയിൽ തന്നെ ചെയ്തു പോയിട്ടുണ്ട്. അവർ രണ്ടുപേരുമാണ് മെയിനായിട്ട് വരുന്നത്. അതുമാത്രമല്ല, ഈ പടത്തിൽ കൊടുത്തിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഡെപ്ത്ത് എഴുതി ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് സിനിമയിലുള്ളത്. ഒരുപാട് സമയം വേണമെന്നൊന്നുമില്ല, കുറച്ച് സമയം, കുറച്ച് മൊമെൻറ്റ്സിൽ കൂടി നമുക്ക് മനസ്സിലാവും ഇവരിങ്ങനെ ആയിരിക്കാം, ഇവരിതുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ വിഷ്വൽസൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ഓഫ് ബീറ്റ് അവാർഡ് ടൈപ്പ് പടമെന്ന് വിചാരിക്കുമെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ഒരുപാട് ചിരിക്കാനുള്ള കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സ്, ഇഷ്ടംപോലെ ഫീൽ ഗുഡ് മൊമെൻറ്റ്സ്, ഇമോഷണലാണെങ്കിൽ പോലും അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇമോഷണൽ കാണിച്ച് നിങ്ങളങ്ങ് അങ്ങനെ ഇല്ല. സെർട്ടിലായിട്ടാണ് എല്ലാം ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ആ മീറ്റർ പിടിച്ചാണ് ഇതിൻ്റെ തിരക്കഥ പോയിരിക്കുന്നത്. കഥാപാത്രങ്ങളുടെ ഇമോഷൻസ്, അതായത് ഒരു ഡയലോഗുണ്ട്, എന്നെ ആദ്യമായിട്ടാണ് ടീച്ചറെ ഒരാൾ സാറെന്ന് വിളിക്കുന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് കാണാൻ ഭംഗിയുള്ളവരെയാണ് ആൾക്കാർ സാറെന്ന് വിളിക്കണമെന്നുള്ളത്. ആ ഒരൊറ്റ ഡയലോഗിലുണ്ട് അയാളുടെ ഒരു ജീവിത കാലഘട്ടം മുഴുവൻ. അത്രയ്ക്കും ശക്തമായിട്ടുള്ള തിരക്കഥ, ശക്തമായിട്ടുള്ള ഡയലോഗ്സ് സിനിമയിലുണ്ട്. അതുപോലെ ഇർഷാദ് അലിയുടെ കഥാപാത്രം, അതുപോലെ ദീപക് പറമ്പോളിൻ്റെ നമുക്ക് പ്രത്യക്ഷം നോക്കുമ്പോൾ ക്രൂരനാണ് എന്ന് നമുക്ക് തോന്നിയാലും അയാളുടെ നിസ്സഹായാവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും. അത് ഒരു സീനിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇയാൾ ഇതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. അതാണ് ഈ പടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ട് ലയിച്ചിരുന്ന് കണ്ട ഒരു സിനിമയായിരുന്നു. നോബി ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്, കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നന്ദൻ ഉണ്ണി, അനു സിത്താര, ഇവരൊക്കെ എല്ലാവരും അവരുടെ റോൾ നന്നായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. നോബി ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ചിരിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അപ്പൂപ്പൻ കഥാപാത്രങ്ങളുണ്ട്, അവരും നൈസായിരുന്നു. ഗോവിന്ദ് വസന്തയുടെ സ്കോറും പാട്ടുകളും നന്നായിരുന്നു. പടം തുടങ്ങി നല്ല എൻഗേജിങ് ആയിട്ട് തുടക്കം കുറേ നേരം പോയിട്ട് പകുതിയോടെ അടുക്കുമ്പോഴേക്കും നല്ല എൻഗേജ് ആയിട്ട് വന്നിട്ട് പിന്നെ ഒരു വിവാഹം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്ന് അല്പം ഡ്രാഗ് ആകുമ്പോൾ എനിക്ക് തോന്നി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ക്രിഞ്ച് നമുക്ക് വേണമെങ്കിൽ ഫീൽ ചെയ്യാം. അതത്രയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ അടിപൊളി. പ്രോഗ്രസീവ് തോട്ട്സ് തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യമാണ്. പിന്നെ ചിലർ ഭയങ്കരമായിട്ട് ഓവർ പുരോഗമനം പറയും. ഇൻഡിവിജ്വൽസ് ആണേ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണേ, കുടുംബത്തിൻ്റെ വാല്യൂ ഒന്നും മനസ്സിലാക്കാതെ അങ്ങനെ കുറേ അതൊക്കെ ഇവർ ഈ ഒരു പ്രായമാകുമ്പോൾ ഇതൊക്കെ അറിയും എന്താണ് വാല്യൂ എന്നുള്ളത്. അല്ലെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വയ്യാതെ ഒരു കട്ടൻ ചായ ഇട്ട് തരാൻ പോലും ആളില്ലാതെ വരുമ്പോഴും മനസ്സിലാവും. അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ചിന്തകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സിനിമയാണ്. OTT വരുമ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഭയങ്കര മറ്റേ മേക്കിങ്ങോ ടെക്നിക്കൽ അതൊന്നും നോക്കണ്ട. സ്ക്രിപ്റ്റ്
കോണ്ടൻറ്റ് ഈസ് ദ കിങ് എന്ന് പറയില്ലേ, അതാണ് ജനനം 1947, പ്രണയം തുടരുന്നു. രണ്ടാമത്തെ സിനിമ ഗോഡ്സില്ല -1. അതായത് ഞാൻ മുമ്പും ഇംഗ്ലീഷ് പടം കാണാൻ പറയും, എനിക്ക് ഇതുപോലെ മറ്റേ മോൺസ്റ്റർ വേഴ്സ് മറ്റേ ഈ ഫ്രാഞ്ചൈസി ആയിട്ട് 4, 3, 5 ഒക്കെ വരുന്ന പടങ്ങൾ കാണാൻ ഒരു താല്പര്യമില്ലാത്ത ആളാണ് എന്നുള്ളത് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ പലരും ഞാൻ അവഞ്ചറിന് അങ്ങനെ പറഞ്ഞിടെ ഇങ്ങനെ പറഞ്ഞിടെ എന്ന് പറഞ്ഞിട്ടൊക്കെ കമൻറ്റ് ഇട്ടിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ലൈവ് വന്ന സമയത്ത് ഞാൻ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ആരൊക്കെയോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയവരാണ്. ഗോഡ്സില്ല -1 ഉണ്ടെന്നാൽ കാണുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എന്താണെന്നുള്ളത് അത്രയും പേർ കറക്റ്റായിട്ട് കിട്ടിയെന്നുള്ളത് എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. അവർക്കൊക്കെ ഒരു നന്ദി ഞാൻ പറയണം. ഇത് കണ്ട് നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. കിടുക്ക് സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ ടേസ്റ്റ്. ഈ സിനിമ സാധാരണ ക്ലീഷേ ടെംപ്ലേറ്റ് പ്രഡിക്റ്റബിൾ സാധനമാണ്. പക്ഷേ ഇത് കാണുമ്പം നമ്മൾ ഈ ജുറാസിക് പാർക്കാണെങ്കിലും കിങ് കോങ് ആണെങ്കിലും ഗോഡ്സില്ല ആണെങ്കിലും ഇതിൻ്റെയൊക്കെ ആദ്യത്തെ പടം പഴയ പടം കാണുമ്പം കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, ആ ഫ്രഷ്നെസ് ഈ സിനിമയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അതും ടെക്നിക്കലി ഗംഭീരമായിട്ടാണ് സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. ജാപ്പനീസ് സിനിമയാണ്. ടക്കാഷി യമസാക്കി എന്നാണ് ഡയറക്ടറിൻ്റെ പേര്. ക്രൂ മൊത്തം ഞാൻ പറയല്ല, ഇങ്ങനെ നാക്കുളക്കി ഇവിടെ ഇരിക്കേണ്ടി വരും. ഇതാണ് ചെയ്തിരിക്കുന്നത്. അതും അത്രയും ശക്തനായിട്ടുള്ള ഒരു എതിരാളി ഗോഡ്സില്ല. അതിനെ തോപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പോലും പറ്റില്ല. അതിനെ തോപ്പിക്കുക എന്ന് പറയുന്നത് ആ രീതിയിൽ അത്രയും ശക്തനാണ്. അത് പഴയ കാലഘട്ടമാണ്. നമ്മുടെ ടെക്നോളജിയും നമ്മുടെ റാണവൊന്നും ഇത്രയും വളർന്നിട്ടൊന്നുമില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇവരതിനെ എങ്ങനെയെങ്കിലും തോപ്പിക്കുക എന്നുള്ളതും അതിലേക്ക് എത്തുന്നതൊക്കെയാണ്. അത് നല്ല കൺവിൻസിങ് ആയിട്ട് എടുത്തിട്ടുണ്ട്. റൊനോഡ്സ്കെ കമിക്കി ആണ് ഇതിലെ നായകൻ്റെ പേര്. പുള്ളി പക്ഷേ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ കണ്ടിട്ട് 100 സിനിമയിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് സെൻറ്റിമെൻറ്റ് സീനൊക്കെ വരുമ്പോഴേക്കും എന്തുവാടെ ഇങ്ങനെയാണ് അങ്ങനെ എനിക്ക് തോന്നി. ചിലപ്പോൾ ജാപ്പാനിൽ കരയണം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ജാപ്പനീസിൽ അതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. അവിടെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച്, പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഈ സിനിമ കണ്ടുവരുമ്പോഴേ ഇത് ഇങ്ങനെ ആവണ്ട, അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വരുന്നതിൻ്റെ ഒരു സന്തോഷവും സിനിമയുടെ അവസാനം ഉണ്ടായിരുന്നു. CGI ഒക്കെ ടോപ്പ് നോച്ചാണ്ടായി. ഈ സാധനം ഇങ്ങോട്ട് സിറ്റിയിൽ ഇറങ്ങി ഒന്ന് കറങ്ങണ ഒരു സാധനമുണ്ട്, അടിച്ച് കുറക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് പരിപാടി. അത് ഗംഭീരമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ക്ലൈമാക്സ് പോർഷൻസ് ഇത് ഞാൻ എൻ്റെ ഈ ഹോം പ്രൊജക്ഷനിലിട്ട് കണ്ടപ്പോൾ തന്നെ ഒരു കിടില എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ തിയേറ്ററിലൊക്കെ പോയി കണ്ട ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. 2 മണിക്കൂർ എങ്ങാണ്ട് ഇറക്കിയുള്ളൂ. എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ജാപ്പനീസ് പടമാണ് എന്ന് വിചാരിച്ചാലും കാണാതിരിക്കേണ്ട മസ്റ്റ് വാച്ച് ഐറ്റമാണ് ഗോഡ്സില്ല -1. മൂന്നാമത്തെ പടം ഹോട്ട്സ്പോട്ട്. വിഘ്നേഷ് കാർത്തിക് ഡയറക്റ്റ് ചെയ്ത സിനിമ. വിഘ്നേഷ് കാർത്തിക്കിൻ്റെ പടങ്ങളൊക്കെ ഏകദേശം ഒരു നല്ലൊരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു സിനിമയാണ്. ഇതും ഒരു വാച്ചബിൾ സിനിമയാണ്. ഇതൊരു ആന്തോളജിയാണ്. 4 കഥകൾ കൂട്ടിച്ചേർത്ത് ഒരു കഥയുണ്ടാക്കി ചെയ്തിരിക്കുന്ന സംഭവമാണ്. 1-2 കഥകളൊക്കെ കൊള്ളാം, 1-2 അങ്ങനെ കണ്ടിരിക്കുക എന്നുള്ള ഇതാണ്. പ്രോഗ്രസീവ് തോട്ടാണ്, പുരോഗമനം. പക്ഷേ ഇത് പറയുമ്പോഴും ചില കാര്യങ്ങളൊക്കെ നല്ല പോയിൻ്റായിട്ട് പറയുന്നുണ്ട്. പക്ഷേ കൂടുതൽ സമയം ഈ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് അത് ഒരു അരോചകമായിട്ട് എനിക്ക് തോന്നി. ആദ്യത്തെ കഥ ആദിത്യ ഭാസ്കറും ഗൗരി, അതായത് ഒരു 96-ൽ ഇവരുടെ കുട്ടിക്കാലം കാണിച്ചില്ലേ, അവർ രണ്ടുപേരും തന്നെയാണ് പേരായിട്ട് വന്നിരിക്കുന്നത്. അത് നല്ല രസമായിട്ടുണ്ടായിരുന്നു, അടിപൊളി സാധനമായിരുന്നു, അത്ര എൻഗേജിങ് പറ്റി. രണ്ടാമത് പിന്നെ ഒരു കഥ വന്ന് എന്തൊരു കഥയുടെ ഒരു ഗുണമില്ല. പിന്നെ കലയരസനുണ്ട്. കലയരസൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതിലുള്ള 2018 തമിഴ് വരില്ലല്ലോ ഓർക്കാരെ, അതാണ് കലയരസൻ. പിന്നെ സാൻഡി മാസ്റ്ററുണ്ട്, ചോക്ലേറ്റ് കാഫേ. പിന്നെ അമ്മു അഭിരാമി, ജനനി അയ്യർ, സുഭാഷ്, ഇവരൊക്കെയാണ് മെയിൻ റോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ ഇത്രയും ഈ സമൂഹത്തിൻ്റെ പൊതുബോധങ്ങളൊക്കെ ഖണ്ഡിക്കുന്നു എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടും ചില കാര്യങ്ങളിൽ സമൂഹത്തിൻ്റെ പൊതുബോധത്തിനെ എതിർത്ത് നിൽക്കാനുള്ള ധൈര്യം അവർ കാണിക്കുന്നില്ല. ചില കാര്യങ്ങളിൽ അത് അങ്ങനെ അങ്ങ് പോയാൽ മതി എന്നുള്ള സെറ്റപ്പിൽ പിന്നെയും കോംപ്രമൈസ് ചെയ്യും പോലെ എനിക്ക് തോന്നി. അങ്ങനെ ചെയ്യാനാണെങ്കിൽ നിങ്ങളത് പറയാൻ പാടില്ല, അങ്ങനെ ഒരു സീനെ എടുക്കാൻ പാടില്ല. ഇപ്പം ബാക്കിയുള്ള ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും മോശക്കാരായാലും കുഴപ്പമില്ല. നമ്മൾ നായകൻ്റെയൊക്കെ പോയിൻ്റ് ഓഫ് വ്യൂവിലോട്ട് പോകുമ്പം നായകനെ ചുറ്റിപ്പറ്റിയുള്ളവരൊന്നും അങ്ങനെ വരാൻ പാടില്ല എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ വന്നാലേ ആൾക്കാർക്ക് എല്ലാം ദഹിക്കത്തില്ല എന്നുള്ള ഒരു പേടി അവിടെ ആയിട്ട് സിനിമയിലുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെ കണ്ടെടുത്ത ഒരു സിനിമ. വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കൽ കാണാം. ഹോട്ട്സ്പോട്ട് സിനിമ സ്ട്രീം ചെയ്യുന്നത് ആമസോൺ പ്രൈം വീഡിയോയിലാണ്. ഹോട്ട്സ്പോട്ട്. നാലാമത്തെ സിനിമ ഹരി ഡയറക്റ്റ് ചെയ്ത രത്നം. ഞാനിപ്പം കണ്ട സിനിമകളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത സിനിമകളായിരുന്നു. എന്തുകൊണ്ട് ഒരു സാധനം വന്നില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന സമയത്താണ് രത്നം വന്നത്. ആദ്യത്തെ 10 മിനിറ്റ് ഒരു റോബറിയാണ് കാണിക്കുന്നത് കേട്ടോ. അത് കണ്ടപ്പോൾ എന്തിടെ ഇങ്ങനെ എടുത്ത് വെച്ചിരുന്നത് വേറെ ലെവൽ സാധനമാണെന്ന് വിചാരിച്ചു. നല്ല ഒരു ഭയങ്കരമായിട്ട് നമുക്ക് നല്ല വയലൻസ്, നമുക്ക് പേടിക്കണം, ഒരുമാതിരി ആവണ രീതിയിൽ സീനൊക്കെ എടുത്ത് വെച്ച് അതിൻ്റെ കൂടെ ഒരു പാട്ടും കൂടി മിക്സ് ചെയ്ത് DSP ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഒന്നും നല്ല 10 മിനിറ്റ് ഗംഭീരമായിരുന്നു. പിന്നെ നമ്മളെ നായകൻ്റെ തല വിശാൽ വന്നതോടെ
കുവ. പിന്നെ അങ്ങോട്ട് ഒരു കോമഡി എൻ്റർടൈനർ, ഒരു കോമഡി സീൻ ഞാൻ പറയാം കേട്ടോ. ഒരു റൗഡി ആയിട്ടുള്ള ഒരു എം എൽ എ പറ്റി പോലീസിൻ്റെ എന്തോ വലിയ മീറ്റിംഗ് നടക്കുന്നത് ചെന്ന് കയറിയിട്ട് പറയാണ്, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, നമ്മളിങ്ങനെ പിടിച്ചു വെച്ചാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഞാനൊരു എം എൽ എ എന്ന നിലയ്ക്ക് എപ്പോഴെങ്കിലും വന്നിട്ട് എൻ്റെ ഒരാളെ പുറത്തിറക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പകരം ഒരാളെ കൊണ്ടുവരില്ലേ, എന്നിട്ടല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയില്ല. പോലീസും റൗഡിയും തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയാൽ മാത്രമേ നാട് നന്നാവുള്ളൂ. ഹരി സീരിയസ് ആയിട്ട് എഴുതി വെച്ചിരുന്ന ഡയലോഗുകളാണ്. അങ്ങനെ ഒരു പടോടെ വിശാൽ നല്ല ഒരു കിടില, എനിക്ക് ഇഷ്ടമുള്ള ഒരു നടനായിരുന്നു. ഇപ്പം വന്ന് എന്തിനാണ് കാണിക്കുന്നത്? ഇപ്പം ഈ നമ്മളെ മറ്റേ മാർക്ക് ആൻ്റണിയും ഓക്കെ, അത് എസ് സൂര്യ രീതിയിലാണ് കയറിപ്പോയത്. വിശാൽ ഓക്കെ എന്നുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. ഈ മാർക്ക് ആൻ്റണിയുടെ പ്രേതം ഇതുവരെ മാറിയിട്ടില്ല. ഇതിലും വന്നിട്ട് മാർക്ക് ആൻ്റണിയുടെ മറ്റേ അച്ഛൻ സംസാരിക്കുമ്പോൾ അല്ല മറ്റേ ഗ്യാസ് പോണ ശബ്ദം ഉണ്ടല്ലോ, അങ്ങനെയാണ് പലയിടത്തും ഇതിൽ ബാധ കയറിയത് പോലെയാണ് വിശാൽ അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ നായികയായിട്ട് വന്നിരിക്കുന്നത് പ്രിയ ഭവാനി ശങ്കർ. ഇതിൽ ഒരു വെറൈറ്റി പാസമാണ് കേട്ടോ. അമ്മ പാസവും തങ്കച്ചി പാസവും ഒന്നുമല്ല, ഭാര്യ പാസമൊന്നുമല്ല. മരിച്ചുപോയ അമ്മയുടെ ചായയുള്ള ഒരു പെൺകൊച്ചിനെ കാണുമ്പോൾ അവളോടുള്ള പാസം, അത് എന്ത് വികാരമാണെന്ന് ഇതുവരെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി പോലും കണ്ടുപിടിച്ചിട്ടില്ല. അത്രയ്ക്ക് നല്ലൊരു വെറൈറ്റി ഒരു സാധനമായിരുന്നു, സൂപ്പർ സാധനമായിരുന്നു. അതൊക്കെ കാണണം നിങ്ങൾ ഈ സിനിമ കാണണം. ഞാൻ പറഞ്ഞില്ല, ഒരു കോമഡി എൻ്റർടൈനർ എന്ന നിലയ്ക്ക് നിങ്ങൾക്കിത് കാണാം. ഇനി അങ്ങനെയും കാണാൻ ബുദ്ധിമുട്ടുള്ളവരൊന്ന് വെയിറ്റ് ചെയ്യുക, ഞാൻ ഈ പടമായിട്ട് വീണ്ടും വരും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം സിനിമ എന്തുവാണെന്ന്. പിന്നെ ഗൗതം വാസുദേവ് മേനോനുണ്ട്. പുള്ളിക്കാരൻ ഗൗതം വാസുദേവ് മേനോനായിട്ട് എന്നെ വന്ന് അഭിനയിച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ യോഗി ബാബു ഉണ്ട്. യോഗി ബാബു ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഉടനെ ഫീൽഡ് ഔട്ട് ആകാനുള്ള ഒരു ഇല്ല സാധ്യത കാണുന്നുണ്ട്. മുരളി ശർമ്മ വന്നിട്ടുണ്ട്, ഒരു മൂത്രവില്ലനാണ് മുരളി ശർമ്മ. മൂത്രം അതൊക്കെയാണ് പുള്ളിക്ക് ദേഷ്യം വരുമ്പോൾ കലിപ്പ് വരുമ്പോഴൊക്കെയുള്ള സെറ്റപ്പ്. പിന്നെ സമുദ്രഖനിയുണ്ട്. സമുദ്രഖനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ഇതിൽ റൗഡി കോമഡി അങ്ങേര്. പിന്നെ തമിഴിൽ പോയിട്ട് സന്തോഷ് കീഴാറ്റൂരായിട്ട് അഭിനയിക്കുന്ന ഹരീഷ് പേരടിയുണ്ട്. എല്ലാ പടത്തിലും ഉണ്ട്, അതുപോലെ ഉണ്ട്. അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പടം രത്നം. എന്തരാ വരട്ടെ.